ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇന്നും എൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരോ, ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഇന്നെൻ്റെ വീട്ടിലെ കല്യാണാലങ്കാരോ, ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാടി. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്തിപ്പുഴയുടെ തീരത്ത് അത്തിപ്പറ്റ കടവിലാണ്. നാടൻപാട്ട് കലാരംഗത്ത് ഏറെ ശ്രദ്ധേയനായ പ്രജീഷ് ആലിപ്പറമ്പിനെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒട്ടേറെ വേദികളിലൂടെ ജനശ്രദ്ധ നേടിയ ഒരു എളിയ കലാകാരൻ. നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കലാകേളി പുരസ്കാരം, പിന്നെ കലാനിധി പുരസ്കാരം, അങ്ങനെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. കലാരംഗത്ത് ഒട്ടേറെ പ്രയത്നങ്ങൾ നടത്തിയിട്ടും ഒരുപാട് ശ്രദ്ധ കിട്ടാതെ പോകുന്ന കലാകാരന്മാരുണ്ട്. അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായി സ്വന്തം പ്രയത്നം കൊണ്ട്, തൻ്റെ കഴിവുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നാടൻപാട്ട് പാടി ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് പ്രജീഷ് ആലിപ്പറമ്പ്. പ്രജീഷ് ആലിപ്പറമ്പ് നമ്മോടൊപ്പം ചേരുകയാണ്. പ്രജീഷ് ആലിപ്പറമ്പിൻ്റെ ജീവിതം, ഈ കലാരംഗത്തേക്ക് വരാനുള്ള സാഹചര്യം, വേദികൾ, അതുപോലെ ലഭിച്ച പുരസ്കാരങ്ങൾ ഒന്ന് നിള 24 ലൈവിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാം. നമസ്കാരം. ഞാൻ കലാരംഗത്തേക്ക് എത്തിയത് വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലൂടെയാണ്. ബാലസമാധ്യം, കാരണം സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലൂടെ വന്നത്. കാരണം നാട്ടുമ്പുറങ്ങളിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ, എൻ്റെ നാട്ടുകാരുടെ, പിന്നെ ഓരോരോ മറ്റേ സാംസ്കാരിക സ്ഥാപനങ്ങൾ, സ്കൂളുകളിൽ നടക്കുന്ന കലോത്സവങ്ങൾ, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉള്ള ആഘോഷ പരിപാടികളിലും ഉള്ള അതിനുള്ള പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ കലാരംഗത്ത് എത്തിയത്. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ കൂടെ കാണില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കുട്ടികൾ, അതേപോലെ തന്നെ നാട്ടുകാർ എല്ലാവരുടെയും, പിന്നെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഈ രംഗത്തെത്തിയത്. കാരണം ഒരു നിമിഷം പോലും ഞാനിത് വിട്ടിട്ടില്ല. കാരണം എൻ്റെ കൂടെയുള്ള കലാകാരന്മാരൊക്കെ ഇതിന്ന് ഇപ്പോൾ ഉള്ളൊഴിഞ്ഞു പോയി. എന്താ വെച്ചാൽ അവരൊക്കെ ഇപ്പോൾ പല മേഖലയിൽ കൂടെ എത്തിപ്പിടിച്ചു. കാരണം അവരിപ്പോൾ കലാരംഗത്തില്ല. അപ്പം ഞാനിതിലോട്, എനിക്ക് കല എന്ന് പറയുന്നത് എൻ്റെ ജീവമാണ്. അതായത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ കോവിഡ് കാലത്ത് അതാണ് എന്നെ ജനശ്രദ്ധയിലെത്തിച്ചത്. അതായത് 100 ദിനം കവിതാലാപനം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2ാം ഘട്ടം 100 ദിനം, അങ്ങനെ 200 ദിനം. അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ള ഈ വീടുകളിൽ നിന്ന് ഇരിക്കുന്ന കവികളുടെ കവിതകൾ ഞാൻ ശേഖരിച്ചിട്ട് അതൊരു ദിവസം പോലും ഇടവേള മുടങ്ങാതെ ആണ് ഞാൻ അതിൽ സോഷ്യൽ മീഡിയയിൽ പ്രജീഷ് ആലിപ്പറമ്പ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അയച്ചിട്ടുള്ളത്. അതിപ്പോൾ ജയന്ദ്രമാഷ എല്ലാ കവിതകളുണ്ട്. ഇപ്പം നമ്മുടെ തങ്കപ്പൻ നായർ കുളിക്കലാട്, രമ്യ മടത്തിൽത്തോടി, അശ്വതി വാര്യർ പാലോട്, അതിനെ എൻ്റെ നാട്ടുകാരും എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ കലാരംഗത്തെ ഈ പ്രയത്നത്തിന് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ പ്രജീഷിന് സംസ്ഥാന തലത്തിൽ തന്നെ 2 അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഏത് മേഖലയ്ക്ക്, അതായത് ഓരോന്നിനും ഒരു മേഖലയുണ്ടല്ലോ, നാടൻപാട്ട് അല്ലെങ്കിൽ ലളിതഗാനം, എങ്ങനെയാണ് ആ അംഗീകാരങ്ങളൊക്കെ ലഭിച്ചത്? എനിക്ക് ആദ്യം കിട്ടിയത് കലാനിധി പുരസ്കാരമാണ്. അത് കലാരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരമാണ്. അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ആ ചടങ്ങുണ്ടായത്. അതിനുശേഷം വീണ്ടും എനിക്ക് ഈ കലാരംഗത്തിലുള്ള അംഗീകാരം കിട്ടി. ആദിത്യ ഫിലിംസിൻ്റെ മെഗാ ടാലൻ്റ് അവാർഡ്, കലാകേളി പുരസ്കാരം, അത് കോട്ടയം തൊടുപുഴയിൽ വെച്ചിട്ടാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. നാട്ടിലെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്, നാടിൻ്റെ കലാകാരനാണ്. പെരിന്തൽമണ്ണ മേഖലയുടെ, ആലിപ്പറമ്പ് മേഖലയുടെ മാത്രമല്ല, മൊത്തം ഒരു കലാരംഗത്ത് അറിയപ്പെടുന്ന മുഖമാണ്. ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രജീഷ് ആലിപ്പറമ്പ് ഒരു എളിയ കലാകാരൻ എന്നതിലുപരി നാടറിയുന്ന കലാകാരനായി വളർന്നത് അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ്. അദ്ദേഹം പ്രേക്ഷകർക്ക് വേണ്ടി വളരെ മനോഹരമായ 2 നാടൻ പാട്ട് ആലപിക്കുകയാണ്. ഏറ്റവും നമുക്ക് കലാഭവൻ മണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ അദ്ദേഹം ഒരു സിനിമാ നടൻ എന്ന രീതിയിലല്ല നമ്മുടെയൊക്കെ മനസ്സിലോടിയെത്തുക, നാടൻ പാട്ട് കൊണ്ടാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങൾ നമ്മളൊക്കെ അറിയാതെ പാടിയിട്ട് കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. മിന്നാമിനുങ്ങേ മിന്നും, അങ്ങനെ ഒരു പാട്ടുകൾ വെറുതെ പാടുമ്പോൾ പോലും നമ്മുടെ കണ്ണ് നിറയും. അപ്പോഴൊക്കെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കലാഭവൻ മണിയെ ഓർക്കാത്തവരുണ്ടാവില്ല. കലാഭവൻ മണിയുടെ ഒരു നല്ല പാട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടാമോ? എല്ലാവരും ഒന്ന് കൈയടിച്ചോളാം.
ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇന്നും എൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരോ, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. ഇന്നെൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരോ, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. വളരെ മനോഹരമായി പ്രജീഷ് ആ പാട്ട് പാടി. ഒരുപക്ഷെ നാടൻ പാട്ടുകളിലൂടെ ശ്രദ്ധ നേടിയ കലാഭവൻ മണി, ജിതീഷ് കക്കടിപ്പുറം, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പ്രജീഷിന് പ്രചോദനമായത് ഈ നാട്ടിലെ കുട്ടികളാണെന്ന് പറയുന്നു. ഒരുപക്ഷെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അവരോടൊപ്പം കലാ പരിപാടികളിൽ അവർക്ക് പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പ്രജീഷ് ആലിപ്പറമ്പ്. മാത്രമല്ല പ്രജീഷ് ആലിപ്പറമ്പിൻ്റെ അധ്യാപകർ, അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട ആളുകൾ, എല്ലാ പരിപാടികൾക്കും പ്രജീഷിനെ പങ്കെടുപ്പിച്ചിട്ട് പ്രജീഷിന് അവസരങ്ങൾ ഒരുക്കി കൊടുത്തത് ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ആളുകളാണ്. മാഷ് ഒരുപക്ഷെ മാഷ് ഇവിടെ ഏതോ അലനല്ലൂർ സ്കൂളിൽ തിരുവാങ്കുന്നല്ലേ. മാഷ് എന്താണ് ഈ പ്രജീഷിനെ കുറിച്ച് ഒരു വളരെ ചുരുങ്ങിയ വാചകത്തിൽ ഒന്ന് പറയാമോ ഈ പ്രജീഷിനെ കുറിച്ചൊന്ന്? ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു നാടൻ പാട്ട് പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവൻ്റെ കഴിവുകൾ ഞങ്ങൾ കണ്ടറിഞ്ഞ ശേഷമാണ് അവനെ പല വേദികളിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല ചാനലുകളിൽ എത്തിക്കാനും പിന്നെ നമ്മളെ കൊണ്ട് അവന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളർന്നു വരുന്ന ഒരു നാടൻപാട്ട് കലാകാരൻ കൂടിയാണ്. ഈ പ്രദേശത്തിൻ്റെ പേര് പോലും പിന്നെ അറിയപ്പെടുന്നത് ആലിപ്പറമ്പാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മുടെ നാടിനൊരു വലിയൊരു അഭിമാനം തന്നെയാണ്. എന്തായാലും ഇനിയും അവനെ ഉയരങ്ങളിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മോക്കെന്താ പറയാനുള്ളത് പ്രജീഷ് ചേട്ടനെ കുറിച്ച്? നന്നായി പാടും, അടിപൊളിയാണ് നാടൻ പാട്ടൊക്കെ, അടിപൊളിയായിരിക്കും. മോളെന്താ പറയാ പ്രജീഷ് ചേട്ടനെ കുറിച്ച്? നന്നായിട്ട് പാടും, ഒന്നുമില്ല, എന്നാലും ഇനിയും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ അല്ലേ, എത്തട്ടെ. ഏതായാലും പ്രജീഷിനെ കുറിച്ച് നാട്ടുകാർ, അധ്യാപകർ, അതുപോലെ തന്നെ കുട്ടികൾ വരെ പറയുന്നത് ഇനിയും ഏറെ ഉയരങ്ങളിലേക്ക് പ്രജീഷ് എത്താനുണ്ടെന്നാണ്. പ്രേക്ഷകർക്ക് വേണ്ടി മൺമറഞ്ഞു പോയ ജിതീഷ് കക്കടിപ്പുറം നല്ലൊരു നാടൻ പാട്ട് കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ജിതീഷ് പാടുകയാണ്. ഒരുപക്ഷെ ഒരുപാട് നാടൻ കലാകാരന്മാർ ഇങ്ങനെ പെട്ടെന്ന് മൺമറഞ്ഞ് പോയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടത്ര അംഗീകാരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ജിതീഷ് കക്കടിപ്പുറത്തിനെ നമുക്കൊന്ന് സ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തിനൊരു സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു 4 വരി പാട്ടുകൂടി പ്രേക്ഷകർക്ക് വേണ്ടി. കൈതോല പായ വിരിച്ച് പായേരി പറ പൊടിച്ച് കാത് കുത്താനെപ്പോ വരും നിന്നമ്മാവന്മാര് പൊന്നേ. കാത് കുത്താനെപ്പോ വരും നിന്നമ്മാവന്മാര് പൊന്നേ. ആ കൈതോല പായ വിരിച്ച് പായേലി പറ നെല്ല് പൊലിച്ച് കാത് കുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാത് കുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആയേ ഓ ആയേ ഓ കുന്നത്തങ്ങാടി ഷാപ്പിലേക്ക് പള്ള നിറയെ കള്ളും മോൻ ആടി ആടി എപ്പോ വരും നിന്റാങ്ങിളമാര് പൊന്നേ. ആടി ആടി എപ്പോ വരും നിന്റാങ്ങിളമാര് പൊന്നോ. ആയേ ഓ ആയേ
ഏതായാലും വളരെ മനോഹരമായി ജിതീഷ് കക്കടിപ്പുറത്തിനെ സ്മരിച്ചു, കലാഭവൻ മണിയെ സ്മരിച്ചു, വിട്ടുപോകുന്ന മൺമറഞ്ഞു പോയ കലാകാരന്മാർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഈ പ്രജീഷ് ആലിപ്പറമ്പിനെ കുറിച്ച് ഞങ്ങൾ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നമ്മളാണ്, നാട്ടുകാരാണ്, ക്ഷേത്ര കമ്മിറ്റികളാണ്, കായിക സാംസ്കാരിക സംഘടനകളാണ്, സാമൂഹ്യ സംഘടനകളാണ്. തീർച്ചയായിട്ടും പ്രജീഷ് ആലിപ്പറമ്പിനും അവസരങ്ങൾ, വേദികൾ ഒരുക്കി കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ വളർന്നു വരണം, അവർക്ക് അവസരങ്ങൾ ഉണ്ടാകണം, അവർ വളർന്ന് പന്തലിച്ച് അവർ നാടറിയുന്ന കലാകാരന്മാരാവണം. ഒപ്പം നമുക്കും അഭിമാനിക്കാനുള്ള അവസരം കൂടിയാണ്. ഓരോ സിനിമാ രംഗത്തായാലും നാടകരംഗത്തായാലും മറ്റു മേഖലകളിലായാലും ഓരോരുത്തർക്കും അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടാവുക നാട്ടുകാരാണ്. അതിലൂടെ അവർ വളർന്നിട്ടുണ്ടാകും. പ്രജീഷ് ആലിപ്പറമ്പും ഈ നാടിൻ്റെ അഭിമാനമായി, ഈ നാടിന് എന്നും ഓർത്തിരിക്കാവുന്ന ഒരു കലാകാരനായി വളരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നാട്ടുകാരുടെ പിന്തുണയുണ്ടാകുന്നു ഉറപ്പാണ്. നാടറിയുന്ന വലിയ കലാകാരനാവുമ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്ന ഓർമ്മപ്പെടുത്തലോടെ നില 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വസീം അഹമ്മദിനൊപ്പം ജബ്ബാർ വേണാട്ട്.